നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വന്തം മഞ്ജുവിന് ഇന്ന് വയസ്സ് 46 ആവുകയാണ്. എന്നാൽ ഇന്നും പണ്ട് സല്ലാപത്തിൽ എത്തിയ ആ ഒരു പാവാടക്കരയുടെ പ്രായം തന്നെയാണ് മഞ്ജുവിന് ആരാധകരുടെയും മനസ്സിലുള്ളത്. സിനിമാ ലോകത്ത് ഒരുപാട് കംബാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളികൾ ഏറ്റവും അധികം ആഘോഷിച്ച തിരിച്ചുവരവ് മഞ്ജു വാര്യരുടേതാകും. റോഷൻ ആൻഡ്രൂസിന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തിയ മഞ്ജുവിന് മലയാളികൾ നൽകിയ സ്നേഹം വളരെ വലുതായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി ചിത്രങ്ങളിലേക്ക് തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുന്ന മഞ്ജുവിന്റെ പിറന്നാൾ ദിവസമാണിന്ന്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ നിരയിലുള്ള മഞ്ജുവിന് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര ലോകം. 1996 ലോഹിതദാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജുവിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കൺമദം, ആറാം തമ്പുരാൻ, സമറിൻ ബദ്ലഹേം, കണ്ണെഴുതി പൊട്ടിത്തൊട്ട് തുടങ്ങി അനവധി കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളാൽ മഞ്ജു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മുഖമായി മാറി. ഒരു തിരിച്ചുവരവ് മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് നർത്തകി കൂടിയായ മഞ്ജു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് കലാമേഖലയിൽ സജീവമാകുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബ്രാൻഡ് നെയിമായി മഞ്ജു വാര്യർ എന്ന പേര് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ പതിവിലേറെ കളറാക്കിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സംവിധായകൻ DJ ജ്ഞാനവേലിന്റെ വരാനിരിക്കുന്ന ആക്ഷൻ ഡ്രാമ ചിത്രം വേട്ടയാനിൽ നിന്നുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആദ്യ ട്രാക്ക് ഒടുവിലെത്തിയിരിക്കുകയാണ്. ഡപ്പാൻ കുത്തിന്റെ അംശം നിറഞ്ഞ ഒരു സമ്പൂർണ്ണ തലൈവർ ഷോയാണിത്. കൂടെ മഞ്ജു വാര്യരും. രജനീകാന്തിന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ജയിലറിൽ വർമ്മൻ എന്ന കഥാപാത്രം പതിവായി ഉപയോഗിക്കുന്ന മനസ്സിലായോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗാനം ഞൊടിയിടയിൽ ഹിറ്റായി മാറിക്കഴിഞ്ഞു. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ ഒക്ടോബർ 10 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വേട്ടയാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മഞ്ജു വാര്യരെ സംബന്ധിച്ച് ഇത്തവണത്തെ പിറന്നാളിന് മാധുര്യം കൂടും എന്ന് തന്നെ പറയാം. കാരണം സ്വകാര്യ ജീവിതം എടുത്തു കഴിഞ്ഞാൽ പോലും തൻ്റെ മകളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ മീനാക്ഷിയായി മാറിയത്. അതിനുശേഷമായിരുന്നു മഞ്ജു മീനാക്ഷി മഞ്ജുവിനെയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയതും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി കഴിഞ്ഞതോടെ മീനാക്ഷി അൺഫോളോ ചെയ്തു പോയെങ്കിലും ആ ഒരു ബന്ധം അവരിപ്പോഴും തുടരുന്നുണ്ടാകാം. കാരണം തൻ്റെ എല്ലാ ഫോട്ടോയ്ക്കും, മീനാക്ഷിയുടെ എല്ലാ ഫോട്ടോയ്ക്കും ആദ്യം ലൈക്ക് അടിക്കുന്നത് മഞ്ജു തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ മകൾ എന്ത് സർപ്രൈസ് ആയിരിക്കും അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. കാരണം മഞ്ജുവും മീനാക്ഷിയും ഒരുമിച്ചുള്ള, അമ്മയും മകളും ഒരുമിച്ചുള്ള ഒരു ചിത്രം പങ്കുവച്ചാൽ പോലും അത് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വേർപിരിയലിനു ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പം പോയെങ്കിലും അമ്മയെ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തി എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ കേട്ട ഒരു വ്യക്തി തന്നെയാണ് മീനാക്ഷി. അപ്പോൾ അമ്മയ്ക്കരികിലേക്ക് മകൾ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആഘോഷമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പിറന്നാൾ ദിവസം എന്ത് സ്പെഷ്യലാവും, എന്ത് സ്പെഷ്യൽ സമ്മാനമാകും മകൾ അമ്മയ്ക്കായി കാത്തുവച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ അതറിയാൻ കാത്തിരിക്കുകയാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.